കൊച്ചിയിലേക്ക് പോകാം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് മൂലം യാത്രക്കാർ വലഞ്ഞു. നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. അതോടൊപ്പം തന്നെയാണ് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികൃതരുടെ ശ്രമങ്ങളും പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നു. അശ്വതി, ഇപ്പോഴെന്താണ് നെടുമ്പാശ്ശേരിയിലെ ഒരു അവസ്ഥ? ലിബീഷ്, ഇപ്പോൾ നിരവധി യാത്രക്കാർ തിരികെ പോയിരിക്കുകയാണ്. മാത്രമല്ല 250ഓളം ക്യാബിൻ ക്രൂ അംഗങ്ങൾ പണിമുടക്കിയതാണ്, ഒരുമിച്ച് സിക്ക് ലീവ് എടുത്ത് പണിമുടക്കിയതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണം. അവർ പ്രധാനമായും പറയുന്നത് അലവൻസ് വർദ്ധിപ്പിക്കണമെന്നതാണ്. അതാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ 4 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു ഈ യാത്രക്കാരായിട്ട് ഇവിടെ പോകാനായിട്ട് ഇരുന്ന ചില ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. അമ്മേ, നിങ്ങൾ പോകാനായിട്ട്? അല്ല, എനിക്കല്ല, ഹസ്ബൻഡിന് പോകാനായിട്ടായിരുന്നു മസ്കറ്റിലേക്ക്. എന്താ സമയം, ഏത് മണിയുടെ ഫ്ലൈറ്റ്? 8:55 ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഒരു 7:30 കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ അറിഞ്ഞുള്ളൂ എന്ത് സംഭവം നോക്കിയോ. എയർ ഇന്ത്യ പറയുന്നത് നിങ്ങൾക്ക് വെളുപ്പിന് നിങ്ങളെ അറിയിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് ഒന്നും ഇൻഫർമേഷൻ വന്നിട്ടില്ല. ചേട്ടൻ്റെ കമ്പനി വഴിയാണ് ടിക്കറ്റ് എടുത്തേക്കണത്. അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരെ വിളിച്ച് പറയാതെ ചെയ്തത്. അപ്പോഴാണ് അവരറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇത് മറ്റൊരു ദിവസത്തേക്ക് അറേഞ്ച് ചെയ്യാന്നാണ് എയർ ഇന്ത്യ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ചേട്ടൻ എമർജൻസി ആയിട്ട് പോകേണ്ട കാരണം വേറെ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ 3 മണിക്ക് ഫ്ലൈറ്റ്, 3:15 ഫ്ലൈറ്റിൽ ചേട്ടൻ തിരിച്ച് വീണ്ടും പോകണം. അവിടെ എമർജൻസി ആയിട്ട് എത്തേണ്ടതാണ്. അപ്പോൾ ചേട്ടൻ വേറെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ എപ്പോഴെത്തി? ഞങ്ങളൊരു 5 മണിയപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു 6:45 ആയപ്പോൾ എത്തി. എവിടെ വീട്? തൃശ്ശൂർ. മറ്റാളുകൾ ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? ഉള്ളിലുണ്ടായിരുന്നു. ഞാനല്ലേ, ഹസ്ബൻഡ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നല്ല തിരക്കായിരുന്നാ പറഞ്ഞത്. എയർ ഇന്ത്യ എന്താ പറഞ്ഞ? അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. അവിടേക്ക് പോകാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു ഇത്ര നേരം. ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. എനിക്ക് നാളെ അവിടെ എത്തേണ്ടത് എമർജൻസിയാണ്. സോ ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പോകണം. വന്ന ആളുകളൊക്കെ തിരികെ പോയി കുറേ പേര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു നിൽക്കണമായിരുന്നു. എനിക്ക് അങ്ങനെ കടക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും പോലും ആ കൗണ്ടറിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും ഞാൻ പോയി ചോദിച്ചപ്പോൾ ആ കൗണ്ടറിൽ എനിക്കൊരു ഭയങ്കര നമ്മളേതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഇതാണ് കാണിച്ചത്. ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഞാൻ പോകും. ഇവരുടെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കമ്പനിയുടെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതായത് എയർ ഇന്ത്യയുടെ ആളാണെന്ന് അറിയില്ല. അവിടെ ഓഫീസിലൊരു 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോഴും അവർ പറയണത് അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. സോ പിന്നെ അവിടെ ബഹളം ഉണ്ടാക്കണം. എന്ത് കാര്യം? നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുക്കും. സ്വന്തം ഇതിൽ വേറെ ഫ്ലൈറ്റ്? അതെ. ലിബീഷ്, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എത്തിയിരിക്കുന്ന കുടുംബമാണുള്ളത്. അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായ ഈ ഒരു ക്യാൻസലേഷൻ കാരണം മറ്റൊരു ഫ്ലൈറ്റ് എടുത്ത് പോകുക എന്നതാണ് ആകെയുള്ള ഒരു പോംവഴി. 11-ാം തീയതിക്ക് ശേഷം മറ്റ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് നിലവിൽ എയർ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളോ ഒരു കൃത്യമായൊരു ഉറപ്പോ ഇവർക്ക് നൽകിയിട്ടില്ല. 11-ാം തീയതിക്ക് ശേഷം ഇത് എടുക്കാമെന്ന മറ്റ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തരാമെന്നുള്ളൊരു കാര്യം മാത്രമാണ് എയർ ഇന്ത്യ നിലവിൽ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലിബീഷ്, അശ്വതി, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയൊക്കെയാണ് ഇവരുടെ സമരം തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ എയർ ഇന്ത്യ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നോട്ടീസോ മറ്റോ ഈ ജീവനക്കാർ നൽകിയിരുന്നോ? ഇവർ എന്താണ് പറയുന്നത്? ഈ സമരം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണോ തീരുമാനം? നിലവിൽ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇതൊരു നിയമവിരുദ്ധ സമരമാണ് എന്നാണ്. 250 ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അലവൻസ് വർദ്ധിപ്പിക്കണം എന്നതാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടമായിട്ട് സിക്ക് ലീവ് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമര പരിപാടിയിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. എയർ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2 മണിക്ക്, ഇവിടെ കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. 8:35, 8:55 എന്നിങ്ങനെ 4 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യ പറഞ്ഞതനുസരിച്ച് രാവിലത്തെ ഒരു സംഭവം ഒഴിച്ചാൽ മറ്റുള്ളവർക്കെല്ലാം കൃത്യമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ
വിമാനങ്ങൾ റദ്ദ് ചെയ്തു എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച യാത്രക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് 8:55-നുള്ള ഫ്ലൈറ്റാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. മാത്രമല്ല ഇത്ര എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ ആളുകൾക്ക് കൃത്യമായി പോകാൻ സാധിക്കാത്തതും വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ സമയം, പണം ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് അലവൻസ് കൂട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് എന്ന് നമുക്കറിയാം. നമ്മളോട് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് വ്യക്തമാക്കുന്നത് സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് നിയമവിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഈ സമരം ഒരു നിയമവിരുദ്ധ സമരമാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പകരം യാത്രാ സംവിധാനം എന്ന് പറയുന്നത് തന്നെ 11-ാം തീയതിക്ക് ശേഷമുള്ള യാത്രാ സംവിധാനമാണ്. അത് പല യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മറ്റ് വിശദീകരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിബീഷ്. ശരി അശ്വതി, എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ സമരത്തിൽ വലഞ്ഞ് യാത്രക്കാർ, അടിയന്തരമായി എത്തേണ്ട യാത്രക്കാരാണ് ആകെ ബുദ്ധിമുട്ടിലായത്. അവർ പകരം സ്വന്തം നിലയ്ക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പുതിയ ടിക്കറ്റ് എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെയും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.